ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാട്രസ്. നമ്മൾ ബെഡ് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോഴേ സ്പ്രിംഗ് ആണോ അല്ലെങ്കിൽ നോർമൽ സ്പ്രിംഗ് ആണോ ചൂസ് ചെയ്യേണ്ടത് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ നോർമൽ സ്പ്രിംഗ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് മൊത്തത്തിൽ കണക്ട് ചെയ്ത് വരുന്നതായിരിക്കും. എല്ലാ സ്പ്രിങ്ങും കണക്ട് ചെയ്ത് വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൽ ആക്ഷനും കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലായിരിക്കും. നമ്മൾ പോക്കറ്റഡ് സ്പ്രിങ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സ്പ്രിങ്ങും സെപ്പറേറ്റ് കവേർഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിസ്റ്റർബൻസ് വളരെ കുറവായിരിക്കും. നമ്മൾ ഇവിടെ എങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് പോവുക, അല്ലെങ്കിൽ നമ്മൾ കടക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാരണം അപ്പുറത്ത് കിടക്കുന്ന ആൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ എഴുന്നേറ്റ് പോയാലൊന്നും ഓല അറിയില്ല. അതാണ് പോക്കറ്റഡ് സ്പ്രിങ്. ഇനി ഇതിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കുകയാണെങ്കിൽ നോർമൽ സ്പ്രിങ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇനിയിപ്പോൾ ഡിസ്റ്റർബൻസ് കുറവില്ല നല്ലൊരു മാട്രസ് നോക്കുകയാണെങ്കിൽ പോക്കറ്റ് സ്പ്രിങ് ചൂസ് ചെയ്യുക. ഇനി ഊരവേദന ബോഡി പെയിനുള്ള ആൾക്കാർ ഏത് മാട്രസ് ചൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൾക്ക് പോക്കറ്റ് സ്പ്രിങ് ചൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഓൾക്ക് ഏറ്റവും ബെറ്റർ ഓർത്തോപീഡിക്കോ മെമ്മറി മാട്രസോ അങ്ങനത്തെ മാട്രസൊക്കെ ചൂസ് ചെയ്യുന്നതാണ്. മെമ്മറി അല്ലെങ്കിൽ ഓർത്തോപീഡിക് മെഡിക്കേറ്റഡ് ഇതൊക്കെ ഇവർക്ക് ഏറ്റവും ബെറ്റർ. ഇനി അയിമ കടന്നു വെച്ചിട്ട് ഓൾക്ക് ഊരവേദന മാറുന്നല്ല, ഓൾക്ക് ഏറ്റവും നല്ലത് അങ്ങനത്തെ മാട്രസ് ചൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഇതുപോലത്തെ നല്ല ഫർണിച്ചർ ഇൻഫോർമേറ്റീവിന് വേണ്ടി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. എല്ലാ അപ്ഡേറ്റും നിങ്ങളെ അറിയിക്കുന്നതാണ്.